ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. ഡിപ്രഷൻ കാരണം നിങ്ങളുടെ ബോഡി വെയിറ്റ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? എന്നാൽ ഇനി ഡിപ്രഷനോട് നിങ്ങൾ ഗുഡ് ബൈ പറഞ്ഞേക്ക്. കാരണം ഡിപ്രഷൻ എന്നുള്ള ഈ ഒരു രോഗാവസ്ഥയുണ്ടല്ലോ, അത് ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വേണ്ട. ഡിപ്രഷൻ കൂടുന്നത് കാരണം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉറക്കക്കുറവുണ്ടാവും. അതേപോലെ നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങൾ പോലും അറിയാതെ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് മൈൻഡ് ഫുള്ളും സ്ട്രെസ്സായിരിക്കും. ഒരു കാര്യത്തിലേക്കും കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നിങ്ങളല്ലാണ്ടായി മാറും. അപ്പോൾ ഡിപ്രഷൻ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഗുണമില്ലെന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാണ് ഈ ഒരു രോഗാവസ്ഥ നിങ്ങളിങ്ങനെ പേറി നടക്കുന്നത്? അപ്പോൾ ഡിപ്രഷൻ കാരണം എങ്ങനെയാണ് നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോണ് അളവ് കൂടുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള കലോറി കൂടിയിട്ടുള്ളതും കൊഴുപ്പ് കൂടിയിട്ടുള്ളതായിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള ക്രേവിങ്സ് കൂടും, വിശപ്പ് കൂടും. അപ്പോൾ നമ്മൾ എന്താക്കും? ഇത്തരത്തിൽ ഹൈ കലോറിയുള്ള ധാരാളം കൊഴുപ്പുള്ള ഫുഡ് ഒരു കൺട്രോളും ഇല്ലാണ്ട് ധാരാളം നമ്മൾ കഴിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, എത്രയും കലോറി ഇത്രയും കൊഴുപ്പുള്ള ഫുഡ് നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഡേ ബൈ ഡേ എത്രത്തോളം കൂടുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നേ ഇല്ല. ഇത് നമ്മളുടെ കുറ്റം കൊണ്ടല്ല, നമ്മൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വിശപ്പുമല്ല ഡിപ്രഷൻ കാരണം വരാറ്. മാത്രമല്ല, നമുക്ക് ഡിപ്രഷൻ കാരണം നല്ല രീതിയിലുള്ള ഉറക്കക്കുറവുണ്ടാവും. ഇത് മറ്റ് രണ്ട് ഹോർമോണായിട്ടുള്ള ഗ്രലിനും ലെപ്റ്റിനും ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രവർത്തനത്തെ കൂടി ബാധിക്കുന്നുണ്ട്. നമ്മുടെ വിശപ്പിനെയും അതേപോലെ തന്നെ നമ്മുടെ സാറ്റിസ്ഫാക്ഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഹോർമോണാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ചേഞ്ചസും ഉണ്ടാകുമ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ വിശപ്പില്ലായ്മ ഉണ്ടാവും. ചിലവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. കൂടുതലാവുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ കലോറി കൂടുതലുള്ളതും കൊഴുപ്പ് കൂടുതലായിട്ടുള്ള ഭക്ഷണം ധാരാളം കഴിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേറെ യാതൊരു വിധത്തിലുള്ള ഫിസിക്കൽ എക്സസൈസും ഇല്ലെങ്കിൽ അങ്ങനെ ഫാറ്റായിട്ട് നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളത് കെയർ ചെയ്യുകയും ചെയ്യില്ല. ഇങ്ങനെ ഓവറായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ സ്ലീപ്പിങ്ങിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. വേറെ യാതൊരു തരത്തിലുള്ള കായികാധ്വാനം ഇല്ലാണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ കലോറി മുഴുവൻ നമ്മൾ എങ്ങനെ ബേൺ ചെയ്യും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വെറുതെ കുറേ ഡിപ്രഷനും സ്ട്രെസ്സാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ കൊടുക്കാണ്ടായിട്ട് നമ്മൾ എന്തിനാണ് നമ്മളെ തന്നെ ഇങ്ങനെ സ്വയം കൊന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ കഴിവിനെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പോട്ടെ, നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറ്റാർക്കോ വേണ്ടി മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോഴും ഈ ഒരു ഡിപ്രഷനിലാണെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഹെൽത്താണ്, നിങ്ങളുടെ ബോഡിയാണ്. അത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആലോചിച്ച് നശിപ്പിച്ച് കളയേണ്ട ഒന്നല്ല. എനിക്കറിയാം ഒരുപാട് ആൾക്കാരുണ്ട്, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടാവും. നമുക്ക് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് തന്നെ രണ്ട് രീതിയിലുള്ള ഡിപ്രഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മളത് ഇല്ലാണ്ടാക്കും? നമ്മൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾക്ക് തന്നെ അത് സ്വയം മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമ്മളെ റെഡിയാക്കാൻ നമ്മൾക്ക് മാത്രമേ പറ്റുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇനി എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര കൗൺസിലിങ്ങിന് പോയിട്ടും കാര്യമില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങളാണ്. ആ ഒരു മേക്ക് ഓവർ, അതായത് ഡിപ്രഷനിൽ നിന്ന് നിങ്ങളായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാളായി മാറേണ്ടത് നിങ്ങളാണ് അങ്ങനെ ആക്കി തീർക്കേണ്ടത്. ഈ ഡിപ്രഷൻ കാരണം നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂടുതലാവുമ്പോൾ നിങ്ങൾക്ക് ഈ ബോഡി വെയിറ്റ് കൂടുതലാവുക എന്നുള്ള റീസൺ മാത്രമല്ല ഉണ്ടാവുന്നത്. നിങ്ങളുടെ ഹെൽത്തിനെ, നിങ്ങളുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ തന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ എന്താ ചെയ്യാറ്? സാധാരണ രീതിയിൽ അറ്റാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് നിങ്ങളുടെ കിഡ്നീൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ഫാറ്റി ലിവർ വരാറുണ്ട്. പക്ഷെ നിങ്ങളിതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ ഡിപ്രഷന് വേണ്ടി ടാബ്ലറ്റ്സ് എടുക്കുന്ന ആൾക്കാരായിരിക്കും, സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും, സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. ഇതൊക്കെ നിങ്ങൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും?
നിങ്ങൾ ഇനിയും ആലോചിക്കേണ്ടത്, നിങ്ങൾ ഇതുവരെ നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ കണ്ണിലൂടെയാണ്. ഇനി നിങ്ങൾ സ്വയം തിരിച്ചറിയുക നിങ്ങൾ എന്താണെന്നുള്ളത്. ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കും ലൈഫിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒറ്റപ്പെടണം. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുള്ളൂ. അവിടുന്ന് പിന്നെയുണ്ടല്ലോ നിങ്ങൾക്ക് പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ആദ്യം നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ സ്വയം തിരിച്ചറിയുക. ഈ അമിത വണ്ണുള്ളവരോടൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഈ വണ്ണമൊക്കെ ഇനി കുറയോ, ഇനി ഇത് ഏത് കാലം കുറയാനാണ്, നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമോ, നിന്നെക്കൊണ്ട് സാധിക്കൂ. നിങ്ങളെക്കൊണ്ട് ഇത് സാധിച്ചിട്ടില്ലെങ്കിൽ വേറെ ആരെ കൊണ്ട് ഇത് സാധിക്കുക? അങ്ങനെ പറയുന്നവർക്കൊക്കെ നിങ്ങൾ നെവർ മൈൻഡ് ചെയ്യുക. അവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് നിങ്ങൾ വണ്ണം കുറച്ച് നിങ്ങളുടെ ബോഡിയെ ഹെൽത്തി ആക്കി വെച്ചത് എന്നുള്ളത് നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട മറുപടി. അല്ലാണ്ട് കുറേ ആർക്കൊക്കെയോ വേണ്ടി ആരുടെയൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ജീവിതകാലം മുഴുവനും സ്ട്രെസ്സാണ്, ഡിപ്രഷനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ സമാധാനിപ്പിക്കാനൊന്നും ആരും വരാൻ പോണില്ല. നമ്മൾ സ്വയം നമ്മളെ ഇല്ലാണ്ടാക്കി തീർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ഡിപ്രഷനാന്ന് പറഞ്ഞിരിക്കാണ്ട് ആ ടാബ്ലറ്റ്സ് ഒക്കെ ഇന്നേ എടുത്ത് ഒഴിവാക്കിയിട്ട് ഏർലി മോർണിംഗ് നിങ്ങളൊരു 5:30 മാക്സിമം ഒരു 6 o'clock ആകുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങൾ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ മിററിൻ്റെ മുന്നിൽ പോയി നിൽക്കുക. ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയിരുന്നിട്ട് നിങ്ങൾ സ്വയം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. എന്താണെന്നറിയും, നിങ്ങളത്ര മിടുക്കികളും മിടുക്കന്മാരും വേറെ ആരുമില്ല, നിങ്ങളത്ര കഴിവുകളുള്ള വേറെ ആരുമില്ല. നിങ്ങളെ സെൽഫ് മോട്ടിവേഷൻ ചെയ്യുക. ഞാനാണ് ബെസ്റ്റ്, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കഴിവുകളുണ്ട്, ഞാൻ ചെയ്യും. ഇപ്പം നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ഞാൻ വണ്ണം കുറച്ചിരിക്കും. അതിൻ്റെ ആദ്യത്തെ പടി എന്നോണം നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് തുടങ്ങുക. ഞാൻ പറഞ്ഞതുപോലെ നല്ല 2 കപ്പ് വെള്ളം കുടിച്ച് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. പ്രെയർ ചെയ്യുക. അത് നല്ലൊരു മെഡിറ്റേഷനാണ്. പ്രെയറോട് കൂടി നിങ്ങളെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. ഡെയിലി എന്തെങ്കിലും നിങ്ങൾ വായിക്കുക. എണീറ്റ പാടെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ വർക്കൗട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഡാൻസ് ചെയ്യുന്നവരാണോ, നിങ്ങൾ ഡാൻസ് ചെയ്തോളൂ. ഇനി നിങ്ങൾ പാട്ട് പാടാൻ താല്പര്യമുള്ള ആൾക്കാരാണോ, പാട്ട് പാടുക. യോഗ ചെയ്യാനാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്, നിങ്ങൾ യോഗ ചെയ്യാം. പാട്ട് കേട്ടിട്ട് നിങ്ങൾക്കൊരു 30 മിനിറ്റ് മോർണിംഗ് നിങ്ങൾക്ക് നടക്കാൻ താല്പര്യമുള്ളവരാണോ, നിങ്ങൾ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ലൈഫേ ചേഞ്ച് ആവും. നിങ്ങളുടെ ബോഡിയിൽ വരുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ എല്ലാ ദിവസവും, നിങ്ങൾ ഇന്ന് തൊട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും, സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും, നിങ്ങൾ നേരെ മിററിൽ ചെന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ് നിങ്ങൾ തന്നെ വാല്യുവേഷൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഡിപ്രഷനാന്ന് പറഞ്ഞ് നിങ്ങളുടെ ബോഡി വെയിറ്റ് കൂട്ടാണ്ടിരിക്കുക. കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക. അതേപോലെ ധാരാളം ഇലക്കറികൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് നിങ്ങളുടെ ഫുഡിൽ ആഡ് ചെയ്യുക. പിന്നെ ഈ ഉറക്കക്കുറവിന് കാരണമാകുന്ന കുറേ ജങ്ക് ഫുഡ്സ് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒഴിവാക്കുക. നേരത്തെ കിടക്കാൻ നോക്കുക, നേരത്തെ എഴുന്നേൽക്കാൻ നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്ത് നിങ്ങളുടെ മൂഡ് സ്വിങ്സ് ചേഞ്ച് ചെയ്യുക. എപ്പോഴും ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാണ്ട് എപ്പോഴും ദുഃഖമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ ഗുഡ് ബൈ പറയുക. നിങ്ങൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇനി സൊസൈറ്റിയിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ, നിങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുക. നേരത്തെ എഴുന്നേൽക്കുക, പ്രെയർ ചെയ്യുക, ഒരു 250 ml വാട്ടർ കുടിക്കുക, ഒരു 30 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യുക. നല്ല പ്രോട്ടീൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ നിങ്ങളുടെ ഒരു ഹെൽത്തി ഡേ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പം വീണ്ടും വരുന്നത് വരെ ബൈ.